ചാനൽ ചർച്ചയെക്കുറിച്ച് ഇപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടില്ലേ? നമ്മളൊക്കെ ഈ സന്ദീപ് വാര്യരെ കാണുന്നത് ഈ ചാനൽ ചർച്ചയിലാണ് ആദ്യമായി. ചാനൽ ചർച്ചയിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു ഫേസ് ആയിരുന്നു സന്ദീപ് വാര്യർ. കോൺഗ്രസിലേക്ക് ഈ സന്ദീപ് വാര്യർ എത്തുമ്പോൾ നേരത്തെ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടുകളും ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്, ആ ആഞ്ഞടിക്കുന്ന പോസ്റ്റുകളും പ്രസംഗങ്ങളുമാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തന്നെ ആക്കം കൂട്ടിയത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ നടത്തിയ പ്രതികരണങ്ങൾ ഇനി അങ്ങോട്ടുള്ള സന്ദീപിന്റെ ത്രിവർണം പുതച്ചുള്ള രാഷ്ട്രീയ യാത്രയിൽ എങ്ങനെ വിലയിരുത്തപ്പെടും എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികളോട് ആഞ്ഞടിച്ചാണ് ശീലം. പ്രത്യേകിച്ച് ജ്യോതികുമാർ ചാമക്കാലയും എം ലിജുവും ഒക്കെ മറുപാളയത്തുണ്ടാകുമ്പോൾ മുഖ്യ എതിരാളി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്. ഇടയ്ക്കൊക്കെ പ്രിയങ്കയെയും വാക്കുകൾ കൊണ്ട് സാരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും കോൺഗ്രസിനെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചു. പപ്പുമോൻ എന്ന് രാഹുലിനെ വിളിച്ചതിന് കണക്കില്ല. രാജ്യത്തിന്റെ വളർച്ചയെ പിന്നോട്ട് നയിച്ചത് കോൺഗ്രസ് എന്ന ആക്ഷേപവും ബാക്കി. ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ, ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത്. വേറൊരാളുടെ നടക്കുന്നയാള്, ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മുഴുവൻ അധികാരം കിട്ടിയപ്പോൾ ക്രഷ് ചെയ്ത ചരിത്രമുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് എങ്ങനെയാണത് പറയാൻ അർഹതയുള്ളത്? എന്ത് അർഹത നിങ്ങൾക്ക് പറയാനുള്ളത്? സന്ദീപ് വാര്യർ പാർട്ടി വിടുമെന്ന് അഭ്യൂഹം വന്നപ്പോഴും അത് ഇടതുപാളയത്തിലേക്കാണെന്ന സൂചന വന്നപ്പോഴും BJP അത് പാടെ തള്ളിക്കളഞ്ഞു. സന്ദീപ് വാര്യർക്ക് ഇടതുപക്ഷത്ത് നിൽക്കാനാവില്ലെന്ന് BJPക്ക് അറിയാം. പക്ഷേ പല ആവർത്തി ഉന്നയിച്ച വിയോജിപ്പുകളോട് അനുഭാവപൂർവമായ നീക്കമുണ്ടായില്ല. ഫലമോ അപ്രതീക്ഷിത നീക്കത്തിലൂടെ സന്ദീപ് വാര്യർ കോൺഗ്രസ് തട്ടകത്തിൽ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കടമെടുത്ത് സന്ദീപ് തന്നെ പറഞ്ഞതുപോലെ വെറുപ്പിന്റെയും വർഗീയതയുടെയും ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. രാഹുലിന്റെ ജോഡോ യാത്രയെ നഖശിഖാന്തം എതിർത്തയാൾ ആ യാത്രയിൽ നിന്നുള്ള വാചകങ്ങൾ തന്നെയാണ് കടമെടുത്തത്. പക്ഷേ എതിർചേരിയിലായിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. മഹാത്മാഗാന്ധിയെ ഗോഡ്സെ ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നുവെന്ന് വിശേഷിപ്പിച്ചയാൾ, നെഹ്റു കുടുംബത്തെ താങ്ങേണ്ടി വരുന്നതാണ് കോൺഗ്രസിന്റെ ഇക്കാലത്തെയും വലിയ ഗതികേടെന്ന് പറഞ്ഞയാൾ, രാഹുൽ ഗാന്ധിയെ ചിട്ടി തട്ടിപ്പുകാരനോട് പൊമ്മിച്ച പ്രിയങ്ക ഗാന്ധി ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞയാൾ കളം മാറി ചവിട്ടുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെ തിരുത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വീകാര്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.